ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഈ മാസം ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവർക്കെതിരെ ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു. അതിനുശേഷം വേൾഡ് കപ്പാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ഒരു മികച്ച 11 തന്നെ, അതല്ലെങ്കിൽ ഒരു മികച്ച സ്ക്വാഡിനെ തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്നാൽ ബ്രസീലിയൻ സ്ട്രൈക്കർമാർ നല്ല ഫോമിൽ കളിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ വർഷം അഥവാ 2026 ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ജാവോ പെഡ്രോയാണ്. ഈ വർഷം 10 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടി ഫലപ്രദമായി ജാവോ പെഡ്രോയെ ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ വിനീഷ്യസ് ജൂനിയറും മികച്ച ഫോമിലാണ്. 8 ഗോളുകൾ വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ബ്രസീലിയൻ താരമായ കാർലോസ് വിനീഷ്യസ് 8 ഗോളുകൾ നേടിയിട്ടുണ്ട്. റാഫീഞ്ഞ നല്ല രൂപത്തിൽ കളിക്കുന്നു, 7 ഗോളുകൾ. കയെ ജോർഹെ മികച്ച രൂപത്തിൽ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്നു, 7 ഗോളുകൾ അദ്ദേഹവും നേടിയിട്ടുണ്ട്. ഇഗോർ തിയാഗോ 7 ഗോളുകൾ ഈ വർഷം നേടിയിട്ടുണ്ട്. അങ്ങനെ ബ്രസീലിയൻ മുന്നേറ്റ നിരയിലെ പല താരങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നു, ഒരുപാട് ഗോളുകൾ നേടാൻ കഴിയുന്നു. ഈ സീസണിലെ കണക്കല്ല, മറിച്ച് ഈ വർഷത്തെ അഥവാ 2026 എന്ന വർഷത്തെ കണക്കാണ്. കേവലം 2 മാസങ്ങൾ മാത്രമാണ് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരുപാട് ഗോളുകൾ നേടാൻ ബ്രസീലിയൻ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. മുന്നേറ്റ നിരയിലെ താരങ്ങൾ മികച്ച രൂപത്തിൽ കളിക്കുന്നു. പ്രത്യേകിച്ച് ജാവോ പെഡ്രോ നല്ല രൂപത്തിൽ കളിക്കുന്നു. അദ്ദേഹത്തെ തന്നെ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.